ഫിലിം സ്റ്റഡീസുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോ ലെസണുകളിലായി ഇൻട്രഡ്യൂസിങ് ഫിലിം സ്റ്റഡീസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ കുറച്ച് ടോപ്പിക്സ് പഠിക്കുകയുണ്ടായി. ആദ്യത്തെ 6 ടോപ്പിക്സ് ആണ് കഴിഞ്ഞ 2 വീഡിയോ ലെസണിലൂടെയായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തത്. സിനിമ എന്ന് പറഞ്ഞ മാധ്യമം ഇന്ന് ഏത് തലത്തിലാണ് നിൽക്കുന്നത്, ആ തലത്തിലേക്ക് എത്തുവാൻ വേണ്ടി പല തരത്തിലുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ് കടന്നുപോയത്. സിനിമയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോഴത്തേക്ക് സിനിമയെ സ്വാധീനിച്ച, സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന, സിനിമയെ ഇന്ന് കാണുന്ന തലത്തിലേക്ക് എത്തിച്ചേർത്ത പല വ്യക്തികളുടെ പേര്, പല പ്രസ്ഥാനങ്ങളുടെ പങ്ക്, ഇതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അത്തരത്തിലുള്ള ചില പ്രത്യേകമായിട്ടുള്ള പ്രസ്ഥാനങ്ങളെയും സിനിമയെ ഇന്നത്തെ നിലയിൽ കൊണ്ടെത്തിക്കാനായിട്ട് പരിശ്രമിച്ച കുറെ ആൾക്കാരെയും കുറെ പ്രാദേശികമായിട്ടുള്ള സിനിമകളെയും ഒക്കെ തന്നെയാണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അതോടൊപ്പം sj'sclasses എന്ന യൂട്യൂബ് ചാനലിലേക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇറ്റാലിയൻ നിയോ റിയലിസം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനവും അതിനുശേഷം കോണ്ടംപററി ഇന്റർനാഷണൽ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് 21ാം നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ ഇറ്റാലിയൻ നിയോ റിയലിസം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം 21ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്ക് പോവുകയും 21ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ പകുതിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ആ 20ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലും 21ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലും ഒക്കെ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിൽ കണ്ടത്, സിനിമ ലോകത്ത് കണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള സിനിമകളാണ് പല രാജ്യങ്ങളിലായി വിഖ്യാതമായത്, ഇത്തരത്തിലുള്ള കുറെ വിഷയങ്ങളാണ് നമ്മൾ ഈ 2 ടോപ്പിക്സിലൂടെ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇറ്റാലിയൻ നിയോ റിയലിസം എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. Italian Neorealism refers to an influential film movement which flourished in Italy during the period from 1942 to 1952. But തുടക്കത്തിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇറ്റാലിയൻ നിയോ റിയലിസം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫ്രഞ്ച് പോയറ്റിക് റിയലിസം ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് നമുക്ക് പോയറ്റിക് റിയലിസം എന്താണെന്നുള്ളൊരു കാര്യം പ്രത്യേകമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ലായിരുന്നു. അത് എങ്ങനെയാണ് ആ മൂവ്മെന്റ് ഉണ്ടായെന്നുള്ളതാണ് നമ്മളോട് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞത്. പക്ഷെ ഇറ്റാലിയൻ നിയോ റിയലിസം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ ഇറ്റാലിയൻ നിയോ റിയലിസം എന്ന് പറയുന്ന മൂവ്മെന്റ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. So it was an influential film movement. It was not just any film movement, but an influential film movement. That which was able to, influence a change or make a change in film. And this particular movement extended from 1942 to 1952. Luchino Visconti's film Obsession, which is an adaptation of James M. Cain's 1934 crime novel The Postman Always Rings Twice, which was released in 1942, heralded this movement, and Roberto Rossellini's Rome Open City, which is a 1945 war drama film set in Rome and centers on a resistance fighter trying to escape the city with the help of a Catholic priest, is considered as the first true neo-realist film. So these 2 films, Luchino Visconti's Obsession and Rossellini's Rome Open City, are considered as the first true neo-realist film. സോ ആ ഒരു മൂവ്മെന്റിന്റെ എല്ലാ പ്രത്യേകതയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ച സിനിമകൾ എന്ന് പറയുന്നത് ലുക്കിനോ വിസ്കോണ്ടിസ് ഒബ്സെഷൻ ആൻഡ് റോസലിനീസ് റോം ഓപ്പൺ സിറ്റി. ഈ സിനിമകൾ രണ്ടിന്റെ പ്ലോട്ട് ഞാൻ അതിനോടൊപ്പം തന്നെ വായിച്ചായിരുന്നു. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാലും മതി, അതിന്റെ പ്ലോട്ട് എന്താണെന്ന് മനസ്സിലാകണം. The term neorealism was first attached to films in 1943 by Antonio Petrangeli, the scriptwriter of Visconti's film. Rossellini envisioned neorealism as moral and aesthetic cinema. Luchino Visconti, Roberto Rossellini, and Vittorio De Sica were the pioneers of this movement. അപ്പോൾ തുടക്കം തന്നെ എന്താണ് ഈ മൂവ്മെന്റ്, ഈ മൂവ്മെന്റിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ച ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ സിനിമകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഈ മൂവ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് മനസ്സിലാക്കാം. The fascist rule in Italy had imposed certain restrictions upon the film industry.
ഇപ്പൊ പ്യൂരിറ്റൻ പീരീഡിൽ നാടകവേദികളെല്ലാം അടച്ചുപൂട്ടിയതുപോലെ തന്നെ ഇറ്റലിയിൽ ഫാഷിസ്റ്റ് റൂൾ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക്, അതായത് ഫാഷിസ്റ്റ് റൂൾ 1922 to 1943 എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. വെൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ലെഡ് ബൈ മുസോളിനി ruled the kingdom of Italy, and that is a period which is referred to as the fascist period or fascist rule in Italy. അപ്പൊ ആ കാലഘട്ടത്തിൽ സിനിമയുടെ പുറത്ത് പ്രത്യേകമായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. It allowed only a filtered kind of production which promoted an image of Italy which was different from reality. അപ്പൊ അവിടെയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അതായത് എന്താണോ ഇറ്റലിയിൽ നടന്നുകൊണ്ടിരുന്നത്, സത്യം എന്തായിരുന്നു, സത്യാവസ്ഥ എന്തായിരുന്നു, അത് ചിത്രീകരിക്കുവാനായിട്ടുള്ളൊരു പെർമിഷൻ, ഒരു അധികാരം ഡയറക്ടേഴ്സിന് ഇല്ലായിരുന്നു. There were certain restrictions imposed upon film industry. Crime and immorality were not allowed to be portrayed on screen. The middle-class metro dramas known as the white telephone movies were the fashion of the time. White telephone movies എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. In the 1930s, a white telephone was a luxury item and a symbol of opulence or wealth. This visual status symbol indicated great wealth and represents an era of Italian filmmaking focused on the glamorous lives of those who could afford such an ostentatious technology. ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന പോലെ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് പണക്കാരുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ഈ പറഞ്ഞ ടെലിഫോൺ. അപ്പോൾ ഒരു ലക്ഷറിയുടെ ഒരു സിമ്പിൾ ആയിരുന്നു ഈ പറഞ്ഞ ടെലിഫോൺ എന്നുള്ളത്. അപ്പൊ അത്തരത്തിലെ വ്യക്തികൾ, അത്തരത്തിലുള്ള കുടുംബങ്ങളെ മാത്രമാണ് അന്നുള്ള സിനിമയിൽ, ഇറ്റലിയിൽ അന്നുണ്ടായിരുന്ന സിനിമയിൽ ചിത്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അഫ്ലുവന്റ് ക്ലാസ്, റിച്ച് പീപ്പിൾ, എലീറ്റ് ക്ലാസ്സിനെ മാത്രമാണ് സിനിമകളിൽ ചിത്രീകരിച്ചിരുന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുടുംബങ്ങളുടെ കഥയാണ് സിനിമകളുടെ രൂപത്തിൽ പുറത്ത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ സിനിമകളെ വൈറ്റ് ടെലിഫോൺ മൂവീസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ദീസ് മൂവീസ്, വൈറ്റ് ടെലിഫോൺ മൂവീസ്, വെയർ ദ ഫാഷൻ ഓഫ് ദ ടൈം. In spite of these disparaging situations, some filmmakers took a firm moral and aesthetic stance against fascism. ഇപ്പൊ സിനിമാ ലോകത്തിന്റെ പുറത്ത്, സിനിമയുടെ പുറത്ത് പ്രത്യേകമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും കുറച്ച് വ്യക്തികൾ ഈ പറഞ്ഞ ഇറ്റലിയുടെ യഥാർത്ഥ സ്വഭാവത്തിനെ, ഇറ്റലിയിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ അന്തരീക്ഷത്തിന്, അവസ്ഥയെ അവരുടെ സിനിമകളിലൂടെ പ്രതിപാദിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. Neorealism sprouted as a result of those restrictions which curtailed their freedom of expression. So this is how Italian Neorealism came into being. So there were certain restrictions which were placed on cinema, on film, and certain directors, what they did is they tried to represent the actual situation of Italy and thereby represent the fascism or fascist rule that reigned Italy. That is how it is through these responses or reactions of these directors that Italian Neorealism gradually came into being. French poetic realism had a tremendous impact upon the emergence of Italian Neorealism. French poetic realism കഴിഞ്ഞ വീഡിയോ ലെസണിൽ ഡിസ്കസ് ചെയ്തതാണ്. It's a film movement which began in France in the 1930s. So it had a serious impact on, or it actually helped to the emergence of this movement called Italian Neorealism. ഇനിയാണ് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ കാരണം മനസ്സിലാക്കി. ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ഫാഷിസം ആണ്, അല്ലെങ്കിൽ ഫാഷിസ്റ്റ് റൂൾ ആണ് ഇതിന്റെ തുടക്കത്തിന് കാരണം എന്നുള്ളത് മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് ഈ ഒരു മൂവ്മെന്റ് വന്നതെന്ന് മനസ്സിലാക്കാം. As the fascist rule came to an end in 1943, a small group of filmmakers attempted to portray the truth regarding the impoverished conditions of the working class and of the urban population. They believed in identifying truth in the visible world and the capacity of cinema as a medium to convey the truth. അപ്പോൾ 1943 ഈ പറഞ്ഞ മുസോളിനിയുടെ ഭരണമൊക്കെ അവസാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൂട്ടം സിനിമാ പ്രവർത്തകർ, സിനിമാ സംവിധായകർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഇറ്റലിയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ചിത്രം സിനിമയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. അത് പാവപ്പെട്ടവരുടെ അവസ്ഥ മാത്രമല്ല, വർക്കിംഗ് ക്ലാസിന്റെ അവസ്ഥ മാത്രമല്ല, അർബൻ പീപ്പിളിന്റെ, അതായത് സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരുടെയും എല്ലാ തരത്തിലുമുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ ഈ തരത്തിലെല്ലാം എന്താണ് നടക്കുന്നതെന്ന്, ശരിക്കും നടക്കുന്നതെന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. These filmmakers tried to emphasize that
സിനിമ ഷുഡ് ബി യൂസ്ഡ് ഫോർ സോഷ്യൽ ക്രിറ്റിസിസം ആൻഡ് കോൺഷ്യൻസ് റേസിംഗ് പർപ്പസസ്. അപ്പൊ ഈ ഇറ്റാലിയൻ നിയോറിയലിസം എങ്ങനെ തുടങ്ങി എന്നുള്ളത് നമ്മൾ പറഞ്ഞു, കാരണം എന്താന്നുള്ളത് പറഞ്ഞു. ഇനി ആ ഇറ്റാലിയൻ നിയോറിയലിസത്തിൽ ഉണ്ടായിരുന്ന സിനിമകളുടെ പ്രത്യേകതയാണ് നമ്മൾ ഈ കുറച്ച് വരികളിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഈ ഫിലിം മേക്കേഴ്സ്, ഈ ഒരു കൂട്ടം ഫിലിം മേക്കേഴ്സ് അവരുടെ ഒരു ചിന്താരീതി ഇങ്ങനെയായിരുന്നു. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി സംതിങ് ഫോർ സോഷ്യൽ ക്രിറ്റിസിസം. സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ സംസാരിക്കാനായിട്ടുള്ള വേദി കൂടെയായിട്ട് സിനിമ മാറണം. ഇനി അത് മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി യൂസ് ഫോർ കോൺഷ്യൻസ് റേസിംഗ് പർപ്പസസ്, ടു ഹെൽപ്പ് പീപ്പിൾ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. അപ്പൊ ശരി എന്താണ്, തെറ്റെന്താണ്, നന്മ എന്താണ്, തിന്മ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി കൂടെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെ ഉപയോഗിക്കണമെന്നായിരുന്നു ഈ ഒരു കൂട്ടം സിനിമാ പ്രവർത്തകരുടെ പ്രധാനമായിട്ടുള്ള ചിന്ത. ദീസ് ഫിലിംസ് കോൺസെൻട്രേറ്റഡ് ഓൺ പോവേർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ദീസ് ഫിലിംസ് എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ നിയോറിയലിസത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സിനിമകളെ പറ്റിയാണ് പറയുന്നത്. These films concentrated on poverty and unemployment, which were widespread in post-war Italy. Unemployment നമ്മൾ ഇന്നും ഒരുപക്ഷെ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ് അവസ്ഥ നമുക്ക് നല്ലതുപോലെ അറിയാം. ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഡ്യൂക്കേഷൻ നേടിയ ഒരു സംസ്ഥാനം എന്ന് പറയുമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, അൺഎംപ്ലോയ്മെന്റ് ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ തലത്തിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ ഇറ്റലിയിലും ഇതേ കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്ന് ഈ പറഞ്ഞ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ ഫാഷിസത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ചില ആശയങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇതായിരുന്നു സമൂഹത്തിൽ ഉണ്ടായിരുന്ന വാസ്തവം എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പൊ ഇത്തരത്തിലുള്ള വാസ്തവങ്ങളെ, അത് പോവേർട്ടി ആയിരിക്കാം, ഇല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും, ഇത്തരത്തിലുള്ള കുറെ വാസ്തവങ്ങളെ സിനിമയിലൂടെ ലോകത്തിന് മുൻപിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന സിനിമാ പ്രവർത്തകർ, സംവിധായകർ ശ്രമിച്ചു. Neorealist films were small budget films which employed location shooting rather than studio shooting. അപ്പൊ അതും ഒരു നിയോറിയലിസ്റ്റ് ഫിലിമിന്റെ ഒരു പ്രത്യേകതയാണ്. അവർ സ്റ്റുഡിയോസിലല്ല അവരുടെ സിനിമകൾ ചിത്രീകരിച്ചിരുന്നത്, പകരം അവർ ലൊക്കേഷൻസിൽ പോയാണ് അത് ചിത്രീകരിച്ചിരുന്നത്. കുറച്ചും കൂടെ റിയാലിറ്റിയുമായിട്ട് ബന്ധമുണ്ടാകും. അതാണ് ലൊക്കേഷൻ ഷൂട്ടിങ്ങിന്റെ ഒരു പ്രത്യേകത. A large number of non-professional actors were involved, and they attempted to bring in reality even in language and dialogue by retaining even the regional dialects. അപ്പോൾ ഒരു ഘടകം കൂടെ ഉണ്ട് ഈ പറഞ്ഞ വാസ്തവമായിട്ട് ബന്ധിപ്പിക്കുവാനായിട്ട് ഈ സിനിമാ പ്രവർത്തകർ ഉപയോഗിച്ചിരുന്നു. അവരെന്താണ്, they brought in many non-professional actors. സാധാരണക്കാരുടെ ഇടയിൽ നിന്നും കുറച്ച് ആക്ടേഴ്സിനെ സിനിമകളിലേക്ക് കൊണ്ടുവരികയും അവർ ഒരു കാര്യം കൊണ്ട് ചെയ്തു, അവരുടെ ലാംഗ്വേജിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഒരു സ്റ്റാൻഡേർഡ് ഒരു ഡയലക്റ്റോ ഒരു ആക്സെന്റോ കൊടുക്കാതെ അവർ ഏത് ഭാഷയിലാണോ, ആ ഭാഷ ഏത് ശൈലിയിലാണോ സംസാരിക്കുന്നത്, അത്തരത്തിൽ തന്നെ സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഇതിലൂടെ എല്ലാമാണ് സോഷ്യൽ റിയലിസം എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി സിനിമയിലേക്ക് കൊടുക്കാനായിട്ട് അവര് ശ്രമിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇറ്റാലിയൻ നിയോ റിയലിസത്തിനെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഡിസ്കഷനോടെ നമ്മുടെ ഇറ്റാലിയൻ നിയോ റിയലിസം എന്ന് പറയുന്ന ഭാഗം കഴിയുകയാണ്. അടുത്തതായിട്ട് കോണ്ടംപററി ഇന്റർനാഷണൽ ട്രെൻഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The contemporary film scenario, which dates back from the 1980s, witnessed a wide expansion and full-fledged development of the film industry. 1980-കൾക്ക് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇറ്റാലിയൻ നിയോറിയലിസം ചർച്ച ചെയ്ത് തീരുമ്പോഴത്തേക്ക് നമ്മൾ 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്കും 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ഏറെക്കുറെ നമ്മളിപ്പോൾ 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞു. ആ അവസാന ഭാഗത്ത് ഭയങ്കര മാറ്റങ്ങൾ സിനിമാ ലോകത്ത് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. The development of the blockbuster franchises, large-scale campaigns, and the popularity of children's films ensured the global dominance and financial success of the contemporary film industry. ചില പ്രത്യേകമായ കാരണങ്ങളിലൂടെയാണ് സിനിമ വളരുവാനായിട്ട് തുടങ്ങിയത്. ഡെവലപ്മെന്റ് ഓഫ് ബ്ലോക്ക്ബസ്റ്റർ ഫ്രാഞ്ചൈസീസ്, ലാർജ് സ്കെയിൽ ക്യാമ്പയിൻസ്, സിനിമ ക്യാമ്പയിൻസ്, ആൻഡ് ദ പോപ്പുലാരിറ്റി ഓഫ് ചിൽഡ്രൻസ് ഫിലിംസ്. ഇത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളിലൂടെ സിനിമ അധികമായിട്ടും ഭയങ്കരമായിട്ട് പോപ്പുലർ ആകുവാനായിട്ട് തുടങ്ങി. The period of artistic experimentation in Hollywood ended. Many movie studios were bought and merged by multinational corporations, resulting in movie conglomerates. മൂവി കോൺഗ്ലോമറേറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സൽ പിക്ചേഴ്സ് ഒരു കോൺഗ്ലോമറേറ്റ് ആണ്, പാരമൗണ്ട് പിക്ചേഴ്സ് ഒരു കോൺഗ്ലോമറേറ്റ് ആണ്, വാർണർ ബ്രദേഴ്സും വാൾട്ട് ഡിസ്നി പിക്ചേഴ്സും കൊളംബിയ പിക്ചേഴ്സും എല്ലാം ഒരു കോൺഗ്ലോമറേറ്റ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അതുകൊണ്ടാണ് എ ഗ്രൂപ്പ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ്, അതിനെയാണ് നമ്മളൊരു കോൺഗ്ലോമറേറ്റ് എന്ന് സാധാരണ പറയാറുള്ളത്. അത്തരത്തിലുള്ള കോൺഗ്ലോമറേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻഡ് ഈസ് സിനിമ ബിക്കം സംതിങ് വിച്ച് വാസ് വാസ്റ്റ് ഇൻ സ്കോപ്പ്, which had great potential.
The past 25 years have witnessed the emergence of the American independent film, which contained explicit treatments of political, sexual, and psychological issues. ഈ അമേരിക്കൻ ഇൻഡിപെൻഡന്റ് ഫിലിം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. Independent film, independent movie, indie film or indie movie is a feature film or short film that is produced outside the major film studio system and consists of low budget projects made by young filmmakers with a strong personal vision. So the kind of movies which were made by amateurs, young filmmakers, but it's not that they did not have any idea about filmmaking or they did not incorporate any vision into the film. They had a strong vision. What is the message that they needed to convey? അതെന്താണെന്ന് വളരെ കൃത്യമായി അവർക്ക് അറിയാമായിരുന്നു. അത്തരത്തിലുള്ള സിനിമകൾ ഈ പറഞ്ഞ 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ വരുവാനായിട്ട് തുടങ്ങി. അമേരിക്കൻ ഇൻഡിപെൻഡന്റ് ഫിലിം എന്ന് പറഞ്ഞ പ്രത്യേക കാറ്റഗറിയിലേക്ക് ആ ഫിലിം പെടുമെന്നുള്ളത് മാത്രം. The formulaic plots of the Hollywood films, which projected well-defined characters and happy endings, were avoided. അപ്പോൾ എക്സ്പെരിമെന്റേഷൻ തീർന്നു. അപ്പോൾ ഈ ചില പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സിനിമകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. ചില പ്രത്യേകമായിട്ടുള്ള മേഖലയിലെ കാര്യങ്ങളെല്ലാം സിനിമയിലേക്ക് വരാൻ തുടങ്ങി. പൊളിറ്റിക്കൽ, സെക്ഷുവൽ, സൈക്കോളജിക്കൽ ഇഷ്യൂസ്, all these began to be discussed in cinema. ആൻഡ് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ മാത്രം സിനിമയിൽ പ്രതിപാദിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ എല്ലാം മനോഹരമായി അവസാനിക്കുന്നു, എല്ലാം സന്തോഷത്തിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞ ഹാപ്പി എൻഡിങ്സ്, അതെല്ലാം ഒഴിവാക്കി പുതിയ തരത്തിലുള്ള സിനിമകൾ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. This movement was initiated by and for minorities like women, gays, lesbians, ethnic and racial minorities, and working classes who were not adequately represented in the mainstream cinema. അപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസം അല്ലെങ്കിൽ ലിറ്റററി തിയറി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഗേ, ലെസ്ബിയൻ സ്റ്റഡീസ് ഒക്കെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആകുകയും നമ്മുടെ നാട്ടിലല്ലെങ്കിലും അമേരിക്കയിലൊക്കെ പോപ്പുലർ ആകുകയും അവരുടെ റൈറ്റ്സിന് വേണ്ടിയൊക്കെ കൂടുതലായിട്ട് സമരങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ തുടങ്ങുകയും ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് തന്നെ സിനിമയിലും പ്രതിപാദിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കൂട്ടത്തിലുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു റെപ്രസെന്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള സിനിമകൾ പുറത്തേക്ക് വരുവാനായിട്ട് തുടങ്ങി. Some of the films which are part of this movement, അതാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. ജിം ജാർമഷ് Stranger Than Paradise, David Lynch's Blue Velvet, Steven Soderbergh's Sex, Lies and Videotape, Spike Lee's Do the Right Thing, Quentin Tarantino's Reservoir Dogs, Wes Anderson's Rushmore were the representative films of this movement. അപ്പോൾ ഈ പറഞ്ഞ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാറി ചിന്തിച്ച കുറച്ച് ഡയറക്ടേഴ്സിനെയും അവരുടെ സംവിധാനം ചെയ്ത സിനിമകളുടെ പേരുമാണ് നിങ്ങളിപ്പോൾ വായിച്ചു കേട്ടത്. ഇനി നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന കുറച്ച് സിനിമകളെ കൂടി മനസ്സിലാക്കാം. കോണ്ടംപററി ഇന്റർനാഷണൽ ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ മാത്രമുള്ള സിനിമകളെ പറ്റിയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകമൊട്ടാകെ ഇറങ്ങിയ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകളെ പറ്റി കൂടെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. Influential genres like Hong Kong action film featuring Jackie Chan, and that is a name which is familiar for you. ഒരുപക്ഷെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞ പേരുകൾ വളരെ കുറച്ച് പേരുകൾ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാ പേരുകളും ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജാക്കി ചാൻ. യെസ്. So influential genres like Hong Kong action film featuring Jackie Chan and others, and Japanese anime എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ആനിമേഷൻസിനെയാണ് നമ്മൾ അനിമെ എന്ന് പറയുന്നത്. So Japanese anime developed in East Asia since the late 1980s. And let's also look at some of the important titles with respect to this area and films. Raise the Red Lantern, Farewell My Concubine, Akira, Fireworks, Eat, Drink, Man, Woman, The Hole, The Flowers of Shanghai, The Killer. So all these were important films from China, Japan, Taiwan and Hong Kong. അപ്പോൾ നമ്മൾ അമേരിക്കയിലെ ഇൻഡിപെൻഡന്റ് ഫിലിംസിനെ പറ്റി പറഞ്ഞു. ഈ പറഞ്ഞ ചൈന, ജപ്പാൻ, തായ്വാൻ, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിൽ വരാൻ തുടങ്ങിയ കുറച്ച് പ്രത്യേകമായിട്ടുള്ള സിനിമകളെ പറ്റി പറഞ്ഞു. ഇനി ഇറാനിയൻ സിനിമയെ പറ്റി കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. Iranian cinema has emerged as the most celebrated national cinema in recent years. Abbas Kiarostami, Majid Majidi and Mohsen Makhmalbaf are among the prominent figures of the new Iranian cinema. This movement involved location shooting with non-professional actors, with depictions of rural, peasant and nomadic life and also childhood.
There is a tendency to challenge the stereotype of women as in the film Gabe. അപ്പോൾ ഇറാനിയൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളുടെ സമയത്ത് സംവിധാനം ചെയ്ത ആൾക്കാരുടെ, സിനിമ സംവിധാനം ചെയ്ത വ്യക്തികളുടെ പേര്, ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ ടൈറ്റിലും, അത്രയുമാണ് ഇറാനിയൻ സിനിമയെ പറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സംസാരിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് സിനിമയെ പറ്റിയാണ്. New British cinema evolved as a response to Margaret Thatcher's attacks on labor unions, social programs and arts funding. Margaret Thatcher ആരാണെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. She was the longest continuously serving Prime Minister of Britain and I think yes, she is Europe's first woman Prime Minister. അപ്പോൾ ന്യൂ ബ്രിട്ടീഷ് സിനിമ ഇവോൾവ് ആസ് എ റെസ്പോൺസ് ടു മാർഗരറ്റ് താച്ചേഴ്സ് അറ്റാക്സ് ഓൺ ലേബർ യൂണിയൻസ്, സോഷ്യൽ പ്രോഗ്രാംസ് ആൻഡ് ആർട്സ് ഫണ്ടിങ്. ഇറ്റ് ട്രൈ ടു വോയിസ് ദ കോസ് ഓഫ് ദി മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, ഇമിഗ്രൻസ് ആൻഡ് ദ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ. അപ്പോൾ പുതിയ ബ്രിട്ടീഷ് സിനിമ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രിട്ടീഷിൽ ഉണ്ടായിരുന്ന ന്യൂ വേവ് സിനിമ എന്ന് പറഞ്ഞാൽ മാർഗരറ്റ് താച്ചറിന്റെ ചില പോളിസികൾക്കെതിരായിട്ട് ഇറങ്ങിയ സിനിമകളാണ്. അപ്പൊ അവര് പ്രധാനമായും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട കൂട്ടര്, പിന്നെ ഇമ്മിഗ്രൻസ് ഹു ഹാഡ് കം ടു ബ്രിട്ടൻ ആൻഡ് ഓൾസോ ദ വർക്കിംഗ് ക്ലാസ്, ദ മിഡിൽ ക്ലാസ് ഓഫ് എ സൊസൈറ്റി. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള സമയത്ത് ഇറങ്ങിയ സിനിമകളിലെ കുറച്ച് പ്രധാനപ്പെട്ട സിനിമകളിലെ ടൈറ്റിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. മൈ ബ്യൂട്ടിഫുൾ ലോണ്ട്രെ, Handsworth Songs, The Last of England, Looking for Langston, Riff Raff and Naked. Contemporary trends also include personal documentaries which voice autobiographical and subjective elements. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ് കേട്ടോ. കോണ്ടംപററി ഇന്റർനാഷണൽ ട്രെൻഡ്സിൽ വരുന്ന പ്രത്യേകതയാണ്. ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ബന്ധിപ്പിച്ച് പറയാനുള്ള കാര്യമല്ല, പൊതുവെ നടന്നൊരു സംഭവമാണ്. ഓട്ടോബയോഗ്രഫീസും ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തം ജീവിതത്തെ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള സിനിമകളും വരുവാനായിട്ട് തുടങ്ങി. ഇനി ഇന്ത്യൻ സിനിമയെ പറ്റി കൂടെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. Recently, a new Indian cinema has emerged dealing with the issues and challenges faced by ordinary people. Mrinal Sen, Mani Kaul, Anand Patwardhan, Shyam Benegal were the pioneers who initiated this trend during 70s and 80s. എന്ത് ട്രെൻഡാണ്? ഫോക്കസിങ് ഓൺ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഓർഡിനറി പീപ്പിൾ. സാധാരണക്കാരായ ആൾക്കാരുടെ ദൈനംദിന ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചില അസ്വസ്ഥതകളും അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ന്യൂ ഇന്ത്യൻ സിനിമയിൽ കൂടുതലായും ഈ വ്യക്തികൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. The efforts by women filmmakers like Aparna Sen, Sai Paranjpe, Deepa Mehta and Meera Nair also helped to draw the critical interest in Indian regional languages. By 1990s, the film output in India exceeded that of Britain in both quality and profitability. The transnational appeal and hybrid nature of the Indian Bollywood films have enabled it to emerge as the world's largest film industry. അപ്പോൾ പലതരത്തിലുള്ള പല നാട്ടിലുള്ള സിനിമകളെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇറ്റാലിയൻ നിയോറിയലിസം പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് വന്ന കുറച്ച് സിനിമകളെ പറ്റി പറഞ്ഞു. നമ്മൾ അമേരിക്കൻ ഇൻഡിപെൻഡന്റ് ഫിലിമിനെ പറ്റി പറഞ്ഞു. നമ്മൾ അതിനുശേഷം വന്നത് നമ്മൾ ഹോങ്കോങ്, ജപ്പാൻ, തായ്വാൻ, ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് വന്ന പുതിയ സിനിമകളെ പറ്റിയാണ്. നമ്മൾ ഇറാനിയൻ സിനിമയെ പറ്റി പറഞ്ഞു, ബ്രിട്ടീഷ് സിനിമയെ പറ്റി പറഞ്ഞു. അതിനുശേഷമാണ് ഇന്ത്യൻ സിനിമയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. New wave films have challenged the pre-existing traditions and conventions of both art and commercial cinema. Steven Spielberg's 1975 film Jaws became the first modern blockbuster, initiating a revolution in the distribution and marketing of Hollywood films. സ്റ്റീവൻ സ്പീൽബർഗ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഒത്തിരി അനേകം നല്ല കഥയുള്ള, നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുന്ന, നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് തരുന്ന ഒത്തിരി സിനിമകൾ സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ് സ്റ്റീവൻ സ്പീൽബർഗ്. 1975 ജോസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതോടെ ആ ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ സിനിമയിൽ സംഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി സ്പീൽബർഗിന്റെ മറ്റു കുറച്ച് പ്രധാനപ്പെട്ട സിനിമകളെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. റൈഡേഴ്സ് ഓഫ് ദി ലോസ്റ്റ് ആർക്ക് വിച്ച് കെയിം ഔട്ട് ഇൻ 1981, ദ എക്സ്ട്രാ ടെറസ്ട്രിയൽ 1982. ദീസ് വർ സം ഓഫ് സ്പീൽബർഗ്സ് പോപ്പുലർ മൂവീസ്. അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിന്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. സാൽവഡോർ, പ്ലാറ്റൂൺ, Wall Street, JFK were some of the movies by Oliver Stone. Oliver Stone was an American film director, producer and screenwriter. നമ്മൾ കുറച്ച് പേരുകളും കൂടെ കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഇറാനിയൻ സിനിമ പറഞ്ഞു, ഇന്ത്യൻ സിനിമ പറഞ്ഞു, ബ്രിട്ടീഷ് സിനിമ പറഞ്ഞു, അമേരിക്കൻ സിനിമ പറഞ്ഞു, ഏഷ്യൻ കൺട്രീസ് ആയ ജപ്പാൻ, തായ്വാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സിനിമകളെ പറ്റി, സംവിധാനത്തെ പറ്റി പറഞ്ഞു.
അത്തരത്തിൽ കുറേ കോണ്ടംപററി എന്ന് പറയാൻ തന്നെ സാധിക്കുന്ന തരത്തിലുള്ള പേരുകളും സിനിമ തലക്കെട്ടുകളും കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒലിവർ സ്റ്റോൺ എന്ന് പറഞ്ഞ അമേരിക്കൻ ഫിലിം ഡയറക്ടറിന്റെ ചില പ്രത്യേക സിനിമ ടൈറ്റിലും കൂടെ പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. Salvador, Platoon, Wall Street, JFK were some of the movies by Oliver Stone through which he tried to criticize the American capitalist institutions, foreign policy, and its military industrial complex. So these movies were a kind of a reaction or retaliation or a criticism of the American capitalist institutions. Lars von Trier, who was a Danish film director and screenwriter, reconfigured a variety of genres to his own requirements, including the historical drama in Centropa, tragedy in Breaking the Waves, and musical in Dancer in the Mark. അപ്പോൾ ഈ ഒരു ഡാനിഷ് ഫിലിം ഡയറക്ടർ ഒരു ജോണറിനെ തന്നെ റീഡിഫൈൻ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. സെൻട്രോപ്പയിലൂടെ ഹിസ്റ്റോറിക്കൽ ഡ്രാമയെ റീഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു, ബ്രേക്കിംഗ് ദ വേവ്സിലൂടെ ട്രാജഡിയെ റീഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു, മ്യൂസിക്കൽ ഇൻ ഡാൻസർ ഇൻ ദ ഡാർക്കിലൂടെ മ്യൂസിക്കലിനെ തന്നെ റീറൈറ്റ് ചെയ്യാനായിട്ടോ കോൺഫിഗർ ചെയ്യാനായിട്ടോ ഒക്കെയാണ് ഇദ്ദേഹം ശ്രമിച്ചു. He attempted a political deconstruction of the American myths of moral superiority, social progress, and economic equality. The new German cinema addressed the concerns of gender and sexuality. Rainer Werner Fassbinder, who was a German filmmaker, directed the lesbian-themed The Bitter Tears of Petra von Kant, and Klug's occasional work of Female Slave deals with the question of abortion. ഡാനിഷ് സിനിമയെ പറ്റി കൂടെ ഒന്ന് ചെറുതായിട്ട് പരാമർശിക്കുന്നുണ്ട്, ജർമ്മൻ സിനിമയെ പറ്റി കൂടെ ഒന്ന് ചെറുതായിട്ട് അവസാനത്തെ പാരഗ്രാഫിൽ പരാമർശിക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. ഇപ്പോൾ നിങ്ങൾ വായിച്ച് കേട്ടത് റെയ്നർ വേർണർ ഫാസ്ബിൻഡർ എന്ന് പറഞ്ഞ ജർമ്മൻ ഫിലിം മേക്കറിന്റെ സിനിമകളെ പറ്റിയാണ്. അദ്ദേഹം ചില ലെസ്ബിയൻ തീംഡ് ആയിട്ടുള്ള സിനിമകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ക്ലൂക്സിന്റെ ഒക്കേഷണൽ വർക്ക് ഓഫ് എ ഫീമെയിൽ സ്ലേവ് ഡീൽസ് വിത്ത് ദ ക്വസ്റ്റൻ ഓഫ് അബോർഷൻ. ഇത്തരത്തിലെ സാമൂഹിക തിന്മകൾ എന്ന് പറയാൻ സാധിക്കുന്ന ചില കാര്യങ്ങളും കൂടെ സിനിമയിലേക്ക് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഒരു ചർച്ച നടക്കുന്നത് പോലെ തന്നെ സിനിമയിൽ ഈ പറഞ്ഞ സിനിമയുടെ കഥയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. Digital technology has brought in a revolution in contemporary cinema. The practice of incorporating spectacular special effects in the movies has become common. Yes, that is something which we see quite often now these days. The availability of affordable digital video cameras and the influence of the film festivals circuit provided a conducive atmosphere for the coming up of several individual film makers. A tendency of mixing up of genres has provided a postmodern style to the contemporary movies. So this is where we come to the end of chapter 2. അപ്പോൾ ഇന്ന് എന്താണോ, ഇന്ന് ഏത് തലത്തിലേക്കാണോ സിനിമ വളർന്നു വന്നിരിക്കുന്നത് അതിനെപ്പറ്റി ചെറുതായിട്ട് പരാമർശിച്ചുകൊണ്ടാണ്, വളരെ ഡീറ്റെയിൽഡ് അല്ല എന്നാൽ പോലും ചെറുതായിട്ട് പരാമർശിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ചാപ്റ്റർ അവസാനിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, ഒരുപക്ഷെ ചില ഭാഗങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല വീഡിയോ ലെസണിൽ. ഞാൻ ഇത്തിരി സ്പീഡിലാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത്, കാരണം ഇല്ലെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ലെസൺ ആയിട്ട് മാറും. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മയോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗമോ ചില ടേംസോ വ്യക്തികളുടെ പേരോ സിനിമയുടെ പേരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ ഉപയോഗിക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം അവിടെ എഴുതി പോസ്റ്റ് ചെയ്യുക. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാം മറുപടി തരുന്നതായിരിക്കും. But thank you so much for being with me. I will see you in another video lesson.